മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വലിയൊരു ദുരന്തമുണ്ടായിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഇടപെടാൻ കഴിയുന്ന എല്ലാ തരത്തിലും ഇടപെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ്. സർക്കാർ എല്ലാ കാര്യങ്ങളും സർക്കാർ തലത്തിൽ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന ഉറപ്പും കൊടുത്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈശ്വർ മാൽപ്പയ്ക്കെതിരായി ഈ FIR അടക്കം ഇടുമെന്ന ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് അദ്ദേഹം തിരിച്ചുപോയത് എന്നാണ് അർജുൻ്റെ സഹോദരി ഭർത്താവായ ജിതിൻ അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരം. ഏതായാലും ഇന്നിപ്പോൾ തെരച്ചിലൊന്നുമില്ല. ആ തെരച്ചിലിൽ അവർക്ക് അതൃപ്തി, തെരച്ചിലില്ലാത്തതിൽ അതൃപ്തിയും കുടുംബത്തിനുണ്ടെങ്കിലും അതവർ പരസ്യമാക്കി പറഞ്ഞില്ലെങ്കിൽ കൂടിയും അതൃപ്തിയുണ്ട്. ഏതായാലും സർക്കാർ ഈ വിഷയത്തിൽ എല്ലാ തരത്തിലും ഇടപെടാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്നാണ് അർജുൻ്റെ സഹോദരി അഞ്ജു പറയുന്നത്. സാനിയോ, ഇക്കാര്യത്തിൽ അർജുനൊപ്പം നമ്മൾ നിന്നതാണ്. അർജുനെ ഒരു നിവേദനം എന്നുള്ളതല്ല, അർജുനെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുന്നിൽ ആ കുടുംബം തങ്ങളുടെ സങ്കടമാണ് അറിയിച്ചത്. മുഖ്യമന്ത്രി ഇപ്പോൾ വന്നു പോകുന്നു. സാനിയോ, ഈ ദുരന്തമുണ്ടായപ്പോൾ സാനിയോയിലേക്കാണ് ആ കുടുംബം ആ വാർത്തയുടെ ആദ്യ വിവരങ്ങൾ പങ്കിട്ടത്. അർജുനെ കാണാനില്ല, ഒരു ലോറി ഡ്രൈവറല്ലേ എന്ന കർണാടകയുടെ വാക്കുകൾക്ക് അല്ലെങ്കിൽ ആ സംവിധാനത്തിൻ്റെ വാക്കുകളോട് കേരളം പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടതാണ്. ആ കുടുംബത്തിനൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ഉത്തരം കിട്ടണം. അർജുൻ വെള്ളത്തിൽ ഒഴുകിപ്പോയോ അതോ മണ്ണിനടിയിലാണോ, എവിടെയാണ്? അർജുൻ്റേതായ എന്തെങ്കിലും ഒരു അവശേഷിപ്പ് ആ കുടുംബത്തിന് കിട്ടേണ്ടതുണ്ട്. എനിക്ക് അവസാനമായി ഒന്ന് കണ്ടാൽ മതി എന്നൊക്കെ ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് അർജുൻ്റെ ഭാര്യ നമ്മുടെ മുന്നിൽ വന്ന് പറഞ്ഞത്. അതുകൊണ്ട് അർജുനെ അവിടെ നമുക്ക് ആ മണ്ണൊലിച്ച് പുഴയിലേക്ക് പോയതുപോലെ മറന്നു കളയാൻ കഴിയില്ലല്ലോ സാനിയോ. അങ്ങനെ തന്നെയാണ് സുജയ. അതായത് അർജുനെ കാണാതായി എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബം നമുക്ക് മുന്നിൽ എത്തുമ്പോൾ നമ്മളും പ്രതീക്ഷിക്കുന്നത് ഉടൻ തന്നെ തിരിച്ചു വരുമെന്നായിരുന്നു. അതായത് ഒരു കാണാതാവൽ മാത്രമാണ്, ഉടൻ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു റിപ്പോർട്ടർ TVക്കും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അടങ്ങുന്ന സംഘം അർജുനൊപ്പം നിന്നത്, ആ കുടുംബത്തിനൊപ്പം നിന്നത്. അവരുടെ വേദന നമ്മളന്ന് നേരിട്ട് കണ്ടതാണ്. അഞ്ജുവും അതുപോലെ കൃഷ്ണപ്രിയയും അടങ്ങുന്ന, അർജുൻ്റെ സഹോദരിയും ഭാര്യയും അടങ്ങുന്ന ആളുകളാണ്. മനാഫും ഉണ്ടായിരുന്നു, അതായത് ലോറി ഉടമ മനാഫും ഉണ്ടായിരുന്നു എന്ന് നമ്മളെ കാണുന്ന സമയത്ത്. രാത്രി തന്നെ നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും പിറ്റേന്ന് രാവിലെ മുതൽ ആ വിഷയത്തിൽ നിൽക്കുകയും അർജുന് നീതി വേണമെന്നുള്ള തരത്തിൽ എല്ലാ തരത്തിലും നമ്മൾ അർജുനൊപ്പം നിൽക്കുകയും ചെയ്തതാണെന്നതിൽ യാതൊരു സംശയവും പ്രേക്ഷകർക്കും ഉണ്ടാവില്ല എന്ന് നമുക്ക് വ്യക്തമാണ്. പക്ഷേ അർജുനെ കുറിച്ചുള്ള ഒരു ശേഷിപ്പ് പോലും, അതായത് അദ്ദേഹത്തിൻ്റെ ഒരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ലോറിയുടെ ഒരു കഷണമോ അല്ലെങ്കിൽ ധരിച്ച വസ്ത്രത്തിൻ്റെ ഒരു കഷണമോ, അങ്ങനെ അർജുൻ്റെ യാതൊരു ശേഷിപ്പ് പോലും കിട്ടാതെയാണ് ഈ ഒരു തെരച്ചിൽ അവസാനിപ്പിക്കേണ്ടി വരുന്നത് അവസാനിപ്പിച്ചത് എന്നത് അർജുനെ സംബന്ധിച്ചിടത്തോളം, അവരുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമായിരുന്നു. അപ്പോഴാണ് കർണാടക മറ്റ് കാര്യങ്ങളൊന്നുമില്ല, അതായത് ഇതൊരു VIP ആണോ എന്ന് പോലും അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ ചോദിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. കേരളത്തിലെ ഒരു മനുഷ്യൻ്റെ ജീവൻ നമുക്ക് VIP-യുടെ ജീവനെ പോലെ തന്നെ തുല്യമാണെന്ന് കേരളം തെളിയിക്കുന്നു. ഇത്തരമൊക്കെ സാഹചര്യങ്ങളിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് സംസ്ഥാന സർക്കാർ വീണ്ടും തെരച്ചിൽ ഊർജിതമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കർണാടക സർക്കാരിന് ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട് ഒരു സാഹചര്യം ഉണ്ടായത്. ആ സാഹചര്യത്തിൽ അന്ന് കർണാടക മുഖ്യമന്ത്രി പറഞ്ഞതും തെരച്ചിൽ നമ്മൾ ഊർജിതമായി നടത്തും എന്ന് തന്നെയായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ തെരച്ചിൽ പുനരാരംഭിക്കുമെന്ന് പറഞ്ഞെങ്കിലും സൈന്യമോ അല്ലെങ്കിൽ കർണാടക സർക്കാരിൻ്റെ മറ്റ് സുരക്ഷാ സേനകളോ ഒന്നും തന്നെ ആ പ്രദേശത്ത് എത്തിയിരുന്നില്ല. സ്വന്തം നിലയ്ക്ക് സുരക്ഷ നടത്താമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന ഈശ്വർ മാൽപ്പയെ നിങ്ങൾക്കെതിരെ FIR ഇട്ട് കേസെടുക്കുമെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു എന്നാണ് അർജുൻ്റെ സഹോദരി ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുമ്പോൾ പറഞ്ഞത്. അതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖമുണ്ടാക്കുന്നുണ്ട്. അപ്പോഴും അവർ പറയുന്നത് നമ്മുടേതിന് സമാനമല്ലാത്ത, നമ്മുടേതിനെക്കാട്ടിൽ എത്രയോ വലിയൊരു ദുരിതം വയനാട്ടിൽ സംഭവിച്ചു, അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ സാഹചര്യത്തിൽ ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. മുഖ്യമന്ത്രി എന്നാൽ ഈ വിഷയത്തിൽ നമ്മളോട്, മാധ്യമങ്ങളോട് ഔദ്യോഗികമായി സംസാരിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടേതായ റിലീസോ മറ്റോ വരികയുള്ളൂ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനവും നടത്താനുള്ള സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ആ സാഹചര്യത്തിൽ റിലീസോ മറ്റോ വരാനുള്ളൊരു സാഹചര്യമുണ്ട്. നമുക്ക് മനസ്സിലാക്കുന്നിടത്തോളം അതായത് മുഖ്യമന്ത്രി കൂടുതൽ ശക്തമായി ആവശ്യപ്പെടും, സേനാ വിഭാഗങ്ങളും അതുപോലെ പട്ടാളവും ഒക്കെ അവിടെ ഇറങ്ങണമെന്ന് ശക്തമായി ആവശ്യപ്പെടുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുമായി അടുത്ത വൃത്തങ്ങൾ ഇപ്പോൾ നമ്മളോട് നമുക്ക് നൽകുന്ന സന്ദേശം അങ്ങനെയാണ്. സംസ്ഥാന സർക്കാർ കൂടുതൽ ശക്തമായി ആവശ്യപ്പെടുമെന്ന് അർജുൻ്റെ കുടുംബത്തിന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു സന്ദേശമാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. പക്ഷേ മുഖ്യമന്ത്രി ഇത് മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല. ഏതായാലും ഇപ്പോൾ വരുന്ന സന്ദേശപ്രകാരം മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ആളുകൾ പറയുന്നത് കൂടുതൽ ശക്തമായി കർണാടക സർക്കാരിനോട് ഈ വിഷയത്തിൽ തെരച്ചിൽ പുനരാരംഭിക്കണം, അല്ലെങ്കിൽ സേനാ വിഭാഗങ്ങളെയും പട്ടാളമടക്കമുള്ള ആളുകളെയും ഇങ്ങോട്ടേക്ക് എത്തിക്കണമെന്ന് വളരെ ശക്തമായി ആവശ്യപ്പെടും എന്നാണ് അർജുൻ്റെ കുടുംബത്തിന് ഉറപ്പ് കൊടുത്തിരിക്കുന്നത്.
നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ആളുകൾ നമ്മളെ അറിയിക്കുന്നത്. ഏതായാലും അർജുൻ്റെ കുടുംബവും അതുതന്നെയാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. വലിയ ദുരന്തമുണ്ടാകുന്ന പശ്ചാത്തലം ഞങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷേ ഞങ്ങൾക്ക് അവസാന ശേഷിപ്പായി എന്തെങ്കിലും ഒരു ശേഷിപ്പ് കിട്ടണം എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ആ ആവശ്യം ന്യായമാണ്. അർജുനെ കാണാതായിട്ട് ഇന്നിപ്പോൾ ദിവസങ്ങളാവുകയാണ്. അത് ഒരു മാസത്തോടടുക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു വ്യക്തിയെക്കുറിച്ച് അറിയാൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുള്ള അവകാശം നമ്മൾ മനസ്സിലാക്കുന്നു. ആ അവകാശത്തിനൊപ്പം നമ്മൾ നിൽക്കുന്നു. മാത്രവുമല്ല, ഉടൻ തന്നെ കർണാടക സർക്കാർ ഈ വിഷയത്തിൽ കൂടുതൽ സേനാ വിഭാഗങ്ങളെയും സൈന്യത്തെയും അടക്കം ഇറക്കി പരിശോധിക്കണമെന്ന് നമുക്കും ആവശ്യപ്പെടേണ്ടതുണ്ട്. കാരണം നമ്മൾ ആ വിഷയത്തിൽ അങ്ങനെ നിന്നതാണ്. അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ അവിടെ ഇപ്പോഴും ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുന്ന സാഹചര്യം ജൂലൈ 16 തീയതി ഉണ്ടായ മണ്ണിടിച്ചിലാണ്. ഇന്ന് ഓഗസ്റ്റ് 4 നമ്മൾ സംസാരിക്കുന്നത്. 16 തീയതി രാവിലെ 8:33 സംഭവിച്ച ഒരു മണ്ണിടിച്ചിലിൽ മണ്ണിനടിയിലാണോ, പുഴയ്ക്കടിയിലാണോ, പുഴയിലൂടെ ഒഴുകി കടലിലേക്കാണോ, എവിടെയാണ് അർജുൻ പോയി മറഞ്ഞത് എന്ന ആ ചോദ്യവുമായി നിൽക്കുന്നത് ഒരു പിഞ്ചു കുഞ്ഞിനെയും ഒക്കത്തെടുത്തുകൊണ്ട് അർജുൻ്റെ ഭാര്യയാണ്, അർജുൻ്റെ അമ്മയാണ്, അർജുൻ്റെ സഹോദരിയാണ്. അവർക്കൊക്കെ കൊടുക്കാനൊരു മറുപടിയെങ്കിലും നമുക്ക് ബാക്കിയാകണം. ഷിരൂരിൽ തെരച്ചിലില്ല എന്നുള്ളതാണ് അവിടെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. AK അഭിലാഷിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. AK അഭിലാഷ്, ഷിരൂരിൽ ഇന്നും തെരച്ചിലില്ല, അത് സ്ഥിരീകരിക്കുകയല്ലേ? സർക്കാർ സംവിധാനത്തിൽപ്പെട്ട ആരെയെങ്കിലും ഷിരൂരിൽ അഭിലാഷിന് കാണാൻ കഴിയുന്നുണ്ടോ? സുജിയ, ഇന്നും തിരച്ചിലുള്ള സാഹചര്യമില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം അർജുന്റെ കുടുംബത്തിന്റെ ആശങ്കകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കാരണം കഴിഞ്ഞ 16 തീയതി നഷ്ടപ്പെട്ട അർജുനെ ഇതുവരെ തിരിച്ച് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ ഇപ്പോഴും തിരച്ചിലിന് സാഹചര്യമില്ല എന്ന് പറയേണ്ടി വരും. കാരണം പുഴയിലെ ഒഴുക്ക് 6 നോട്ടിന് മുകളിലാണ് എന്നുള്ളതാണ് വസ്തുത. അതോടൊപ്പം തന്നെ ഇന്ന് ഓറഞ്ച് അലേർട്ട്, കനത്ത മഴ പല സമയങ്ങളിലായി പെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈശ്വർ മാൽപ്പെ എത്തിയെങ്കിലും അദ്ദേഹത്തെ പുഴയിൽ ഇറങ്ങാൻ അനുവദിക്കാൻ കഴിയില്ല. കാരണം അത് മറ്റൊരു ദുരന്തത്തിലേക്കായിരിക്കും പോവുക എന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് വരുന്ന അറിയിപ്പ്. അതുകൊണ്ട് തന്നെ ഈശ്വർ മാൽപ്പയോട് കുറച്ചുകൂടി കാത്തു നിൽക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെക്കുന്നത്. അതായത് 10 ദിവസമെങ്കിലും മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്തിയാൽ വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കാം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. അതുപ്രകാരമാണ് ഇപ്പോൾ ഈശ്വർ മാൽപ്പയും സംഘവും ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഇവിടുന്ന് മടങ്ങുന്നത്. ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയാണ് സർവ്വസജ്ജമായി ഈശ്വർ മാൽപ്പയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന 6-7ഓളം വരുന്ന സംഘാംഗങ്ങളും ഇവിടെ എത്തുകയും 3ഓളം തോണികൾ എത്തിക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ പുഴയിൽ ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം, പ്രത്യേകിച്ച് പോലീസ് അടക്കം അനുമതി നൽകിയിരുന്നില്ല. ആദ്യഘട്ടത്തിൽ പുഴയുടെ തീരങ്ങളിൽ പരിശോധന നടത്താമെന്ന് ഈശ്വർ മാൽപ്പയെ അറിയിച്ചിരുന്നെങ്കിൽ പോലും അതിനും പോലീസ് അംഗീകാരം നൽകിയില്ല. കാരണം പുഴയിലെ കുത്തൊഴുക്ക് തുറന്ന സാഹചര്യത്തിൽ അംഗീകാരം നൽകാൻ കഴിയില്ല എന്നുള്ളതാണ്. സ്വന്തം റിസ്കിലാണെങ്കിൽ പോലും അത്തരത്തിലൊരു ദുരന്തത്തെ ക്ഷണിച്ചു വരുത്താൻ കഴിയില്ല എന്നുള്ള ഒരു മറുപടിയാണ് പോലീസിന്റെ ഭാഗത്തും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തും ഏതായാലും ഉയർന്നു വന്നത്. ഏതായാലും 10 ദിവസങ്ങൾക്കകം രക്ഷാദൗത്യം പുനരാരംഭിക്കുമെന്ന് പറയുമ്പോൾ പോലും 4 ദിവസങ്ങൾക്കകം ഈ രക്ഷാദൗത്യം പാതി വഴിയിൽ അവസാനിപ്പിക്കുമ്പോൾ 4 ദിവസങ്ങൾക്കകം തന്നെ അത് പുനരാരംഭിക്കും, ഡ്രഡ്ജർ എത്തിച്ച് പുനരാരംഭിക്കും എന്നുള്ള ഒരു നിർദ്ദേശമായിരുന്നു അന്നുണ്ടായത്. പക്ഷേ അഭിലാഷ്, അവിടെ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കുക. കണ്ണാടിക്കലിലെ അർജുന്റെ വീട്ടിലേക്ക് മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നു. കുടുംബം തെരച്ചിൽ തുടരണമെന്ന നിവേദനം മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നു. ഷിരൂരിൽ ഇന്ന് തെരച്ചിലിനെത്തിയ ഈശ്വർ മാൽപ്പയും സംഘവും പുഴയിലിറങ്ങാതെ മടങ്ങുകയും ചെയ്തു. ഇന്ന് തെരച്ചിൽ ഇല്ല. 16 തീയതി കാണാതായതാണ്. ഇന്ന് ഓഗസ്റ്റ് മാസം 4 തീയതി ആയിരിക്കുന്നു.